വാർത്തകൾ തുടരുന്നു. ആലപ്പാട് ഗവൺമെന്റ് LP സ്കൂളിൽ SS പദ്ധതി പ്രകാരം നിർമ്മാണാനുമതി ലഭിച്ച പണി പൂർത്തീകരിച്ചിട്ടും അവസാന ഗഡു ലഭിക്കാനായി സ്കൂൾ PTA വാതിലുകൾ മുട്ടി ഗതികേടിലാവുന്നു. 2006-2007 വർഷത്തിൽ SS പദ്ധതി പ്രകാരം 4 ലക്ഷം രൂപ അനുവദിച്ച കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടും അവസാന ഗഡുവായ 60,000 രൂപ ലഭിക്കാതായതോടെയാണ് സ്കൂൾ അധികൃതരും PTA പ്രതിനിധികളും വെട്ടിലായത്. പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളിൽ കെട്ടിട നിർമ്മാണത്തിന്റെ ഫയൽ കാണാതായതാണ് തുക മുടങ്ങാൻ കാരണം. മുൻപത്തെ ഗഡുക്കളെല്ലാം കൃത്യമായി ലഭിച്ച മുറയ്ക്കാണ് PTA ഫണ്ടും ചില രക്ഷിതാക്കളുടെയും ടീച്ചർമാരുടെയും കൈവായ്പയും കൂടി സമാഹരിച്ച് പണി പൂർത്തീകരിച്ചത്. ഈ പണം ലഭിക്കുന്നതിനായി പഞ്ചായത്ത് അധികൃതർക്കും തൃശൂർ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്കും നിരവധി തവണ പരാതി പറഞ്ഞ് PTA മടുത്തിരിക്കുകയാണ്. എന്നിട്ടും നീതി ലഭിക്കാതെ വന്നതിനാൽ PTA യോഗം ചേർന്ന് പഞ്ചായത്ത് ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പണി പൂർത്തീകരിച്ചിട്ടും എഞ്ചിനീയർ മെഷർമെന്റ് ബുക്കും ബില്ലും നൽകാത്തതാണ് പൈസ നൽകാത്തതിന് കാരണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി രേഖാമൂലം സ്കൂളിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നിർവഹണ ഉദ്യോഗസ്ഥനായ സെക്രട്ടറി സൂക്ഷിക്കേണ്ട പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഫയൽ പഞ്ചായത്തിൽ കാണാനില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് PTA പ്രസിഡന്റ് മനോജ് പറഞ്ഞു. ആലപ്പാട് ഗവൺമെന്റ് LP സ്കൂളിന് 2006-2007 SS അനുവദിച്ച ചാഴൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായ PTA കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തിയ ബിൽഡിംഗാണ് എൻ്റെ പുറകിൽ ഈ കാണുന്നത്. ഈ ബിൽഡിംഗിന്റെ പണി പൂർത്തിയാക്കി അവസാന ഗഡുവായ 60,000 രൂപ അനുവദിക്കണമെന്ന് പഞ്ചായത്തിലേക്ക് സെക്രട്ടറിക്ക് നിർവഹണ ഉദ്യോഗസ്ഥനായ സെക്രട്ടറിക്ക് അപേക്ഷ കൊടുത്തപ്പോൾ ബന്ധപ്പെട്ട എഞ്ചിനീയർ ചില രേഖകൾ ഹാജരാക്കാത്തതുകൊണ്ട് അവസാന ഗഡു തുക അനുവദിക്കാനാവില്ലെന്ന് രേഖാമൂലം സ്കൂളിലേക്ക് ഒരു മറുപടി തന്നിരിക്കുകയാണ്. PTA കമ്മിറ്റി അഡ്വാൻസ് ചെയ്താണ് ഈ ബിൽഡിംഗിന്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ വിവരം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ തന്നെ പഞ്ചായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതായാണ് അറിയാൻ കഴിഞ്ഞത്. DD പഞ്ചായത്ത്, ചാഴൂർ പഞ്ചായത്ത് കമ്മിറ്റി എന്നിവയ്ക്കൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് നിരന്തരം പരാതികൾ കൊടുത്തെങ്കിലും ഇന്നേ വരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. മെഷർ ബുക്കും ബില്ലും AEമാരുടെ കൈവശമുണ്ടോ എന്നോ സെക്രട്ടറിക്ക് കൈമാറിയതായ രേഖകളോ പഞ്ചായത്തിലില്ല. പഞ്ചായത്തും എഞ്ചിനീയർമാരും നിർവഹിക്കേണ്ട ചുമതലകൾ പാലിക്കാത്തതുമൂലം കയ്യിൽ നിന്ന് പണമിറക്കിയ അഭ്യുകാംക്ഷികളും PTAയും ഇതോടെ വെട്ടിലായിരിക്കുകയാണ്. സ്കൂൾ വളപ്പിലെ മഹാഗണി വൃക്ഷം വെട്ടിമാറ്റിയ നിലയിൽ കാണപ്പെട്ടു. തുടർച്ചയായ അവധി ദിനങ്ങൾ കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂൾ തുറന്നതോടെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂത്രപ്പുരയോട് ചേർന്ന് നിൽക്കുന്ന 5 വർഷം പ്രായമുള്ള മഹാഗണിയാണ് മുറിച്ചുമാറ്റിയത്. മോഷണ ശ്രമമാണെന്ന് സംശയിക്കുന്നു. മഹാഗണിയുടെ തടികൾ 50 മീറ്ററോളം അകലെയുള്ള കെട്ടിടത്തിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും മതിലിനു മുകളിലൂടെ മരം കടത്തുവാൻ എളുപ്പമാണ്. മരത്തിന്റെ കൊമ്പും ചില്ലകളും ഇലയും പോലും പുറത്തു കാണാത്ത വിധത്തിൽ മൂത്രപ്പുരയ്ക്കും മതിലിനുമിടയിൽ ഒളിച്ചുവെച്ചിരിക്കുന്ന നിലയിലാണ്. ഹൈസ്കൂൾ പ്രധാനാധ്യാപിക E പുഷ്പലതയുടെ പരാതിയിന്മേൽ അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ അധ്യയന വർഷാവസാനത്തോടെ സ്കൂളിന്റെ വരാന്തയോട് ചേർന്ന റാമ്പ് സാമൂഹ്യദ്രോഹികൾ തല്ലിത്തകർത്തിരുന്നു. സ്കൂളിനടുത്ത് LP, +2, ITI എന്നീ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്കൂൾ സമുച്ചയത്തിൽ ITIക്ക് മാത്രമേ രാത്രി കാവലുള്ളൂ. സ്കൂളിന്റെ സുരക്ഷിതത്വത്തിന് സെക്യൂരിറ്റി ജീവനക്കാരെ ഏർപ്പാടാക്കണമെന്ന് രക്ഷാകർത്താക്കളും അധ്യാപകരും ആവശ്യപ്പെട്ടു. 4 ദിവസം അവധിയായിരുന്നു. അവധിയായതുകൊണ്ട് തന്നെ ITIയിൽ വാച്ചർ ഉണ്ടെങ്കിൽ കൂടി ഒരു രാത്രി മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് അവർ യാതൊരു ശബ്ദവും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ ഇവിടെ നമ്മുടെ ഓഫീസ് സ്റ്റാഫായ ശ്രീകുമാറാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ അത് വെട്ടിയ പോലെയാണ് കണ്ടത്. പിന്നെ അതിൻ്റെ കമ്പുകളൊക്കെ വെട്ടി മരം ഇവിടെ ഇങ്ങനെ വിലങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം തന്നെ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. SI ആളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവർ അന്വേഷണം നടത്താമെന്ന് ഉറപ്പ് വന്നു. ഏറെ സാമൂഹികരോഗികളൊക്കെ അടിച്ച് തകർത്തിട്ടുണ്ട്. പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് കയറുന്നതിന് വേണ്ടിയിട്ടാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇലക്ഷൻ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അതും അടിച്ചു തകർത്തു. ഇപ്പോൾ സാമൂഹ്യ ദ്രോഹികളൊക്കെ
സ്കൂളിനുള്ളിലേക്ക് കയറാനുള്ള പ്രവണത കൂടിയിട്ടുണ്ട്. പഞ്ചായത്ത് കിണറിന്റെ വങ്കിടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി. അന്തിക്കാട് പഞ്ചായത്ത് 6-ാം വാർഡ് ലക്ഷം വീട് കോളനിയിലെ പഞ്ചായത്ത് കിണറിന്റെ വശങ്ങളാണ് 3 അടിയോളം ആഴത്തിലും വ്യാസത്തിലുമാണ് കിണറിന്റെ ഇരുവശങ്ങളിൽ കോൺക്രീറ്റ് പടുക്ക അടക്കം കീഴോട്ട് താഴ്ന്നു പോയിരിക്കുന്നത്. 25ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ഈ പൊതുകിണറിന് 40ഓളം വർഷത്തെ പഴക്കമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കാല് താഴോട്ട് ഇങ്ങനെ താന്നു പോകും. അപ്പൊ നോക്കിയപ്പോ ഇവിടെ നിന്ന് ഇടിഞ്ഞ് അങ്ങോട്ട് വീഴുക. അങ്ങനെ ഞങ്ങൾക്ക് 10-26 വീട്ടുകാർക്ക് കൂടിയിട്ട് ഉപയോഗിക്കാനുള്ള കിണറാകും. ഇത് പൈപ്പിൽ വെള്ളം എന്ന് വെച്ചെങ്കിൽ ഒരാഴ്ച എത്തുമ്പോൾ 5-6 ദിവസം എത്തുമ്പോഴേക്ക് വരിക. ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. കിണറിന് ചുറ്റും കോൺക്രീറ്റ് ചെയ്തിട്ട് അധിക കാലം ആയിട്ടില്ല. അറക്കെ വീട്ടിൽ ആമിനിയുടെ വീടിന്റെ വരാന്തയോട് ചേർന്നാണ് കിണർ നിലകൊള്ളുന്നത്. കിണറിന്റെ വങ്കിടിഞ്ഞതോടെ ആമിനിയുടെ വീടിന് കടുത്ത ഭീഷണിയുമായി. വരാന്തയുടെ അടിവശത്തെ മണ്ണ് പോലും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കിണറിന്റെ കോൺക്രീറ്റ് അടർന്ന് കമ്പികൾ പുറത്ത് കാണാവുന്ന അവസ്ഥയിലാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചന്ദ്രിക രത്നാകരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.ഐ. ചാക്കോ തുടങ്ങിയവരും സംഭവസ്ഥലം സന്ദർശിച്ചു. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നരേന്ദ്രമോദിയുടെ ഫ്ലക്സ് ബോർഡ് നശിപ്പിച്ചതിൽ ബി.ജെ.പി. പ്രതിഷേധ പ്രകടനം നടത്തി. ബി.ജെ.പിയുടെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അധ്യക്ഷനും ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായ ശ്രീ നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് മനക്കൊടി നടുമുറി സെന്ററിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡും ബി.ജെ.പിയുടെ കൊടിയും സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചതായി കാണപ്പെട്ടു. അന്തിക്കാട് പോലീസിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം തെരുവിളക്കുകൾ കത്തിക്കാത്തതിലും റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിലും പ്രവർത്തകർ ഈ മേഖലയിൽ പന്തംകുളത്തി പ്രകടനം, മണ്ണെണ്ണ വിളക്ക് ഉപരോധം, പ്രതിഷേധം തുടങ്ങിയവ നടത്തിയിരുന്നു. ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ച് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ പ്രകടനം ബി.ജെ.പി. മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സുധീഷ് മേനോത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അജയ്കുമാർ തേനിക്കാട്ട് അധ്യക്ഷനായി. ഇടവേള. കൊട്ടാരം മഴവിൽ അഴകാൽ പുതുവർണ്ണ ജാലകം തുറന്നു. The perfect match makes you the perfect beauty. Beauty Silks ഇനി മുതൽ തൃപ്രയാറിലും. ഹലോ അങ്കിൾ, രാവിലെ മഞ്ഞും തണുപ്പും കൊണ്ടുള്ള ഈ ഓട്ടം ഇതുവരെ നിർത്താറായില്ലേ? ഒന്നും പറയണ്ട, അല്ലാതെ ഞാൻ എന്തോന്ന് ചെയ്യാനാ? വീട്ടിലിരുന്നോണ്ട് തന്നെ എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യമുള്ളപ്പോ എന്തിനാ അങ്കിളെ ഈ ബുദ്ധിമുട്ടുന്നേ? മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തെക്കേ പമ്പിന് തെക്കുവശം, തൃപ്രയാർ. ജീവിതാസ്വാദനം ആരോഗ്യ പരിപാലനത്തിലൂടെ. ഫീൽ ഫിറ്റ്, ഫീൽ ഗുഡ്. മാക്സ് ഫിറ്റ്നസ്, ഓതറൈസ്ഡ് ഡീലർ ഓഫ് മാക്സ് ഫിറ്റ്നസ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ട്രെഡ്മിൽ, ഓർബിട്രാക്ക്, എബി ലോഞ്ച്, എബി കിങ് തുടങ്ങിയവ ന്യായവിലയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട്ടുവാതിക്കൽ ലഭിക്കുന്നു. ഇറക്കുമതി ചെയ്യപ്പെട്ട അത്യാധുനിക വ്യായാമ ഉപകരണങ്ങളുടെ ഒരു ശ്രേണി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തൃപ്രയാർ. ഫോൺ 0487239347. മൊബൈൽ 9656003547. അഴകിനും മംഗലാവണ്യത്തിനും GS ബ്യൂട്ടി പ്ലസ്. ഈന്തപ്പഴസത്ത്, കുങ്കുമപ്പൂ, താൻ എന്നീ ചേരുവകളാൽ സമൃദ്ധം. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. GS ബ്യൂട്ടി പ്ലസ്. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എനർജി സിറപ്പ് എക്സ്ട്രാ പവർ. ഉന്മേഷവും ഉത്സാഹവും വർദ്ധിപ്പിക്കാൻ അത്യുത്തമം. GS എനർജി സിറപ്പ് എക്സ്ട്രാ പവർ. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. ആരോഗ്യ ദൃഢതയ്ക്കും ബലമുള്ള ശരീരത്തിനും GS ഹെൽത്ത് ടോൺ. ഈന്തപ്പഴം, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, ബദാം എന്നിവയാൽ സമൃദ്ധം. GS ഹെൽത്ത് ടോൺ. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. സ്ലിമും സ്മാർട്ടുമാകാൻ GS സ്ലിം ഫുഡ് സപ്ലിമെന്റ്, വെജിറ്റബിൾ എക്സ്ട്രാക്റ്റിനാൽ സമൃദ്ധം. സ്ലിമും സ്മാർട്ടുമാകാൻ GS സ്ലിം ഫുഡ് സപ്ലിമെന്റ്.
GS Health and Beauty Care Products. സൗന്ദര്യം പ്രകൃതിയിൽ നിന്നും യൗവനം ശരീരത്തിനും മനസ്സിനും. പഴസത്തുകൾ, ഔഷധസത്തുകൾ, കുങ്കുമപ്പൂവ്, താൻ എന്നിവ ചേർത്ത GS ബ്യൂട്ടി കെയർ ക്രീം. GS Health and Beauty Care Products. സൗന്ദര്യം പ്രകൃതിയിൽ നിന്നും യൗവനം ശരീരത്തിനും മനസ്സിനും. പഴസത്തുകൾ, ഔഷധസത്തുകൾ, കുങ്കുമപ്പൂവ് എന്നിവ ചേർത്ത GS ബ്യൂട്ടി കെയർ ഓയിൽ. GS Health and Beauty Care Products. ആർട്ടിഫിഷ്യൽ കളറുകൾ ചേർക്കാത്ത GS നാച്ചുറൽ ബ്യൂട്ടി സോപ്പ്. പഴസത്തുകൾ, ഔഷധസത്തുകൾ, കുങ്കുമപ്പൂവ്, താൻ, ഗ്ലിസറിൻ എന്നിവ ചേർത്ത സൗന്ദര്യ സോപ്പുകൾ. GS ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്. എവിടെ കാണോ നമ്മുടെ ഉണ്ണിക്കുട്ടൻ. എന്താ എന്തു പറ്റി? അത് കണ്ടില്ലെന്റെ മാഷെ. ഉണ്ണിക്കുട്ടൻ പുര നിറഞ്ഞു. ഇനി എന്താ ചെയ്യുക? അതിനല്ലേ നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്. ഇന്റിമേറ്റ് ഫ്രണ്ടോ? ചാക്കോ, ബ്രിങ് ദാറ്റ് ബാക്ക്. intimatematrimony.com. ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ വിവാഹം വരെ രജിസ്ട്രേഷൻ പുതുക്കേണ്ടതില്ല. അപ്പോ പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്യാൻ അതെല്ലാം അവർ ചെയ്തോളും. അതാണ് ഇന്റിമേറ്റിനെ ഇന്റിമേറ്റ് ആക്കുന്നത്. ഹലോ, intimatematrimony.com. പെണ്ണ് കാണൽ മുതൽ വിവാഹം വരെ ഇന്റിമേറ്റ് ഉണ്ടാകും കൂടെ. ഇന്റിമേറ്റ് മാട്രിമോണി ഉള്ളപ്പോ വെറുതെ പുരതറഞ്ഞു നിൽക്കണോ? intimatematrimony.com. ഇനി വിവാഹം ഇന്റിമേറ്റിലൂടെ. ജനത വസ്ത്രാലയം ആൻഡ് വെഡിംഗ് ഗാലറി, വടാനപ്പള്ളി. ജനത സിൽക്സ്, കാഞ്ഞാണി. വാർത്തകൾ തുടരും. ആവേശ സമരത്തിന്റെ ഭാഗവാക്കാകാൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട സഖാക്കൾ തിരിച്ചു പുറപ്പെടുന്നുവെന്ന വാർത്ത പല സഖാക്കളുടെയും കുടുംബാംഗങ്ങളിൽ ആശ്വാസം പകർന്നു. ഒട്ടേറെ ആശങ്കകൾ നിറഞ്ഞ സുപ്രധാനമായ സമരത്തിൽ പങ്കെടുക്കാൻ സഖാക്കൾ പുറപ്പെട്ടപ്പോൾ കുടുംബങ്ങളിൽ കഴിഞ്ഞിരുന്നവർ ഏറെ ആശങ്കാകുലരായിരുന്നു. കുടുംബാംഗങ്ങളും നാട്ടുകാരും ടെലിവിഷനിലൂടെ സമാധാനപരമായ സമരം നേരിട്ടറിഞ്ഞതോടെ കുടുംബങ്ങൾ സന്തുഷ്ടരായി. തിരുവനന്തപുരത്ത് സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വെള്ളവും ഭക്ഷണവും ലഭിക്കുന്നു എന്നറിഞ്ഞതോടെ കുടുംബങ്ങൾക്ക് ആശ്വാസവുമായി. രാത്രിയിൽ നടുറോഡിൽ കിടന്നും സമരത്തെ വിജയിപ്പിക്കാൻ സഖാക്കൾ നന്നേ കഷ്ടപ്പെട്ടിരുന്നു. ചൊവ്വാഴ്ച രാവിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജുഡീഷ്യൽ അന്വേഷണം ഉറപ്പാകുകയും CPM സംസ്ഥാന സെക്രട്ടറി സമരം അവസാനിപ്പിക്കുകയും ചെയ്തതോടെ സഖാക്കളും കുടുംബങ്ങളും ഏറെ സന്തുഷ്ടരായി. സമരത്തിൽ ആര് ജയിച്ചെന്നും ആര് തോറ്റുവെന്നുമുള്ള ഉത്കണ്ഠയേക്കാൾ സമരം അവസാനിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. കനത്ത മഴയിൽ വെള്ളം കെട്ടിനിന്ന പുള്ളുമനക്കൊടി റോഡ് തകർന്നു. റോഡിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞുപോയതും റോഡിലെ വൻകുഴികളും പ്രദേശത്ത് അപകടം വിതയ്ക്കാൻ പോന്നവയായി മാറിയിരിക്കുകയാണ്. റോഡുകളിലെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായിരുന്നു. തൃശൂരിലേക്ക് തൃപ്പയാറിൽ നിന്നും പെരുങ്ങോട്ടുകരയിൽ നിന്നും വേഗം എത്തുവാനുള്ള നല്ല പാത എന്ന നിലയിൽ നിരവധി വാഹനങ്ങളാണ് ഈ വഴിയിലൂടെ കടന്നുപോകുന്നത്. പാടത്തുകൂടെയുള്ള പാത എന്ന നിലയിലും ജനങ്ങൾ ഈ പാത ഇഷ്ടപ്പെട്ടിരുന്നു. അടിയന്തിരമായി അധികൃതർ ഇടപെട്ട് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
ആലപ്പാട് ശ്രീനാരായണ സമാജം ഹാളിന്റെ നവീകരണം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. 90 വർഷത്തോളം പഴക്കമുള്ള സമാജത്തിന് ഭോജനശാല ഉൾപ്പെടെയുള്ള നവീകരണത്തിന് 10 ലക്ഷം രൂപ ചിലവഴിച്ചിട്ടുണ്ട്. ഞായറാഴ്ച സമാജം പരിസരത്ത് നടക്കുന്ന ഹാളിന്റെ ഉദ്ഘാടനം ഗീതാഗോപി MLA നിർവഹിക്കുമെന്ന് സമാജം പ്രസിഡന്റ് KK രാജേന്ദ്രബാബു അറിയിച്ചു. സമാജം സെക്രട്ടറി TS പ്രതീഷ് കുമാർ, അംഗങ്ങൾ തുടങ്ങിയവരും ഹാൾ വികസന വിശദീകരണ യോഗത്തിൽ സംബന്ധിച്ചു. നിലവിലുള്ള ശ്രീനാരായണ ഹാളിനോട് ചേർന്ന് പുതിയതായി ഇപ്പോൾ പണി തീർത്തുകൊണ്ടിരിക്കുന്ന ഭോജനശാലയുടെ ഉദ്ഘാടനം ആഗസ്റ്റ് മാസം 18-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട ചെറുപ്പ് നാട്ടിക നിയോജകമണ്ഡലം MLA ഗീതാഗോപി നിർവഹിക്കുകയാണ്. ഇതിനു മുൻപായി ഒരു 10 വർഷത്തിന് മുൻപ് പണി തീർത്ത ശ്രീനാരായണ ഹാള് ഇന്നത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം കല്യാണങ്ങളും മരണാനന്തര ആവശ്യങ്ങളും നിർവഹിക്കാൻ സൗകര്യങ്ങളിലുള്ള കുറവ് പരിഗണിച്ചുകൊണ്ടാണ് ഒരു പുതിയ ഹാൾ നിർമ്മിക്കാൻ ശ്രീനാരായണ ഭക്തജന സമാജത്തിന്റെ സ്പെഷ്യൽ ഉദ്യോഗം 6 മാസങ്ങൾക്ക് മുൻപ് കൂടി തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റും പ്ലാനൊക്കെ തയ്യാറാക്കി പൂർണ്ണമായും ബഹുജനങ്ങളെ മുഖവിലേക്കെടുത്തുകൊണ്ട് സമാജത്തിലെ മെമ്പർമാരെ മുഖവിലേക്കെടുത്തുകൊണ്ട് അഭ്യർത്ഥന നടത്തി 6 മാസക്കാലത്തിനുള്ളിൽ തന്നെ ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. SNB സമാജത്തിന്റെ ചരിത്രം ഏകദേശം 100 വർഷത്തെ ചരിത്രമുള്ള ഒരു സ്ഥാപനമാണ് ആലപ്പാട്ടെ ശ്രീനാരായണ ഭക്തജന സമാജത്തിന്റെ ചരിത്രം. 92 വർഷത്തിലധികമായി ശ്രീനാരായണ ഭക്തജന സമാജം ആലപ്പാട് പുറത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ ദർശനങ്ങളും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി കേരളത്തിലുടനീളം സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ആരംഭിച്ച കാലഘട്ടത്തിലാണ്. അക്കാലത്ത് ശ്രീനാരായണ ഭക്തരായിരുന്ന നമ്മുടെ നാട്ടിലെ പൂർവികരായ ശ്രീനാരായണീയർ മുൻകൈയെടുത്തുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കം ചെന്ന സ്ഥാപനം എന്നുള്ള നിലയിൽ 92 വർഷങ്ങൾക്ക് മുൻപ് ശ്രീനാരായണ ഭക്തജന സമാജം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. 92 വർഷങ്ങൾക്ക് മുൻപുള്ള നമ്മുടെ ആലപ്പാടിന്റെ ഒരു ചരിത്രം വിദ്യാഭ്യാസപരമായി, അതുപോലെ തന്നെ സാമൂഹ്യമായി, അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെ അധികം സമൂഹമായിരുന്നു നമ്മുടെ നാട്ടിൽ. വിദ്യാഭ്യാസം നേടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും പണം കൊടുത്ത് ഫീസ് കൊടുത്ത് വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ഈഴവർ തൊട്ട് താഴോട്ടുള്ള വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആദ്യമായി ആരംഭിച്ചത് ശ്രീനാരായണ ഭക്തജന സമാജത്തിൽ. ഒരു ഇടവേള കൂടി. നിങ്ങളുടെ സ്വപ്ന ഭവനത്തിലെ സ്വർഗീയ നിമിഷങ്ങൾ. ഈ സ്വർഗീയ നിമിഷങ്ങൾക്ക് ചാരുതയേകാൻ JK മാർബിൾസ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് 50,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 3 നിലകളിലായി ഞങ്ങളുടെ ചാവക്കാട് ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഗ്രാനൈറ്റ്, വിട്രിഫൈഡ് ടൈൽസ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ് തുടങ്ങിയവയുടെ അതിശയിപ്പിക്കുന്ന കളക്ഷനുകൾ. RAK സെറാമിക്സ്, ജോൺസൺ മാർബണൈറ്റ്, കജാരിയ തുടങ്ങിയ ബ്രാൻഡഡ് ഐറ്റംസുകൾ മറ്റൊരിടത്തും ലഭിക്കാത്ത വിലക്കുറവിൽ. JK മാർബിൾസ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, ചാവക്കാട്, തൃപ്രയാർ, കാട്ടൂർ. മായ സെന്റർ ഓഫ് അക്കാഡമിക് എക്സലൻസ് പ്രൊഫഷണൽ മാനേജ്മെന്റ് കോഴ്സുകൾ മണപ്പുറത്തിനാദ്യമായി പരിചയപ്പെടുത്തിയ സ്ഥാപനം. പ്രൊഫഷണൽ പഠനത്തിന്റെ ആധികാരിക കേന്ദ്രം. കാലിക്കറ്റ്, MG, കേരള, സിക്കിം, മണിപ്പാൽ, ഭാരതീയർ യൂണിവേഴ്സിറ്റികളുടെ അംഗീകൃത കേന്ദ്രം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, CA വിത്ത് പ്രാക്ടിക്കൽ ഉൾപ്പെടെ 6 വ്യത്യസ്ത BCom കോഴ്സുകൾ. മായ സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂൾ, മായ കമ്പ്യൂട്ടർ അക്കാദമി, PSC ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ.
Maya Center of Academic Excellence, BFT Bachelor of Fashion Technology, Maya Valapad Professional Campus, Campus Interview Placement Cell, Maya Valapad Center of Academic Excellence. ഷൂ ഗാലറി ബ്രാൻഡഡ് ഫുട്വെയറുകളുടെ മോഹിപ്പിക്കുന്ന അനേകായിരം ട്രെൻഡി കളക്ഷനുമായി തൃപ്രയാർ ഒരു അതിവിശാലമായ ഷോറൂം. ഷൂ ഗാലറി മെൻസ്, ലേഡീസ്, കിഡ്സ്, ഇൻഫാൻസ് ബ്രാൻഡഡ് ഫുട്വെയറുകളുടെ അനേകായിരം കളക്ഷൻസ്. ഷൂ ഗാലറി തൃപ്രയാർ. പാദരക്ഷകളുടെ സൗന്ദര്യവും സംരക്ഷണവും ഇനി ഷൂ ഗാലറിയിലൂടെ. ഷൂ ഗാലറി, സഞ്ചരിക്കൂ ഇനി ആത്മവിശ്വാസത്തോടെ. ഷൂ ഗാലറി, സിറ്റി ടവർ ബിൽഡിംഗ്, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ഷൂ ഗാലറി. സ്ത്രീ ഹൃദയങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ വൈറ്റ് ലീഫ് ഫാഷന്റെ പുതിയ സ്പന്ദനങ്ങളുമായി നിങ്ങൾക്ക് മുൻപേ. ചുരിദാർ മെറ്റീരിയൽസ് കൊണ്ട് ഫാഷന്റെ വർണ്ണങ്ങൾ നെയ്ത് തീർത്ത വൈറ്റ് ലീഫിൽ ഇതാ ആരും കൊതിക്കുന്ന, മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത അത്യപൂർവമായ കളക്ഷൻസ്. അഴകിന്റെ വർണ്ണപ്രപഞ്ചം നിങ്ങളെ കാത്തിരിക്കുന്നു. കുട്ടികൾക്കായി വസ്ത്രങ്ങളുടെ പുതുലോകം തീർത്തുകൊണ്ട്. കൂടാതെ വൈറ്റ് ലീഫ് വർക്ക്ഷോപ്പ് ലേഡീസ് ആൻഡ് ജെന്റ്സ്. വരൂ, ഇവിടെ ഫാഷൻ വസ്ത്രങ്ങൾ മിഴി തുറക്കുന്നു. വൈറ്റ് ലീഫ് എക്സ്ക്ലൂസീവ് ലേഡീസ് ആൻഡ് കിഡ്സ് ഫാഷൻ സ്റ്റുഡിയോ, സെഞ്ചുറി പ്ലാസ ബിൽഡിംഗ്, ഗോൾഡൻ പ്ലാസ ബിൽഡിംഗ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. ചൊവ്വാഴ്ചയുണ്ടായ സ്വകാര്യ ബസ് സമരം ജനങ്ങളെ വലച്ചു. തൃശൂർ പാലക്കാട് പാതയിലെ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആഴ്ചകളായി തുടരുന്ന സമരത്തിന് അനുഭാവം പ്രഖ്യാപിച്ച് നടത്തിയ സമരത്തിൽ സ്വകാര്യ ബസ്സുകളൊന്നും നിരത്തിലിറങ്ങിയില്ല. ഇടയ്ക്ക് ലഭിച്ച KSRTC ബസ്സിൽ ഇതോടെ തിരക്ക് കൂടുതലായി. ബസ് സമരം മാറ്റിവെക്കുമെന്ന് തിങ്കളാഴ്ച വൈകിട്ട് വരെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സമരം നടത്തുക തന്നെ ആയിരുന്നു. ഐതിഹാസികമായ സമരം തിരുവനന്തപുരത്ത് നടക്കുന്നതിനാൽ നേതാക്കന്മാരുടെ ശ്രദ്ധ ബസ് സമരത്തിൽ പതിഞ്ഞിട്ടില്ലെന്നാണ് ജനസംസാരം. നാട്ടിക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LDF സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം തകർത്തു കളഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് തൃപ്രയാറിൽ പ്രകടനം നടത്തി. നേതാക്കളായ വിജേഷ് പന്നിപ്പുലത്ത്, TM സിദ്ദിഖ്, സുൽഫിക്കലി, അനിൽ പുളിക്കൽ, CM നൌഷാദ്, K ദിലീപ് കുമാർ, VR വിജയൻ, VD സന്ദീപ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ആലപ്പാട് പുള്ളി റോഡിലെ 17-ാം നമ്പർ ചാലിന് മുകളിലുള്ള പാലം അപകടകരമായ നിലയിൽ. പാലത്തിന്റെ അടിഭാഗത്ത് വലിയ വിള്ളലാണ് രൂപപ്പെട്ടിട്ടുള്ളത്. വളരെ തിരക്ക് നിറഞ്ഞ റോഡിൽ അപകടകരമായ പാലത്തിന്റെ അപാകതകൾ പരിഹരിക്കണമെന്ന് വാർഡംഗം രാജൻ പൊലിയടത്ത് ആവശ്യപ്പെട്ടു. നിറയെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കോൾച്ചാലിന് മുകളിലുള്ള പാലത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ വൻ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. നമ്മൾ ചാലിന്റെ മുകളിൽ വന്ന് പുള്ളുപാലം. ഇതിന് പുള്ളുപാലം എന്ന് വെച്ചാൽ ഇപ്പോ മനക്കുടി റോഡും കൂടി വന്നപ്പോ വളരെയധികം ലോറികളും ബസ്സും വണ്ടികളും സഞ്ചരിക്കുന്ന വഴിയാണ്. അപ്പൊ ആ പുള്ളുപാലത്തിന്റെ സൈഡ് വിണ്ട് പാലം വളരെ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ട നടപടികൾ ഉണ്ടാവണം. എല്ലാ കർഷകരെ കണ്ടമാനം കൃഷിയുള്ള സ്ഥലമായതുകൊണ്ട് കൃഷിക്കാരൊക്കെ വരുന്നതാണ്. അപകടം ഉണ്ടാവാൻ പാടില്ല. അതിന് അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധ വേണം എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈ മനക്കുടി ഉള്ള റോഡ് ബന്ധം വന്നപ്പോൾ വളരെയധികം വാഹനങ്ങൾ, മനക്കുടിയിൽ നിന്ന് വളരെയധികം വാഹനങ്ങൾ, മണ്ണ് വണ്ടികൾ, അതിനും ഇഷ്ടംപോലെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാലം ഇങ്ങനൊരു അവസ്ഥ വന്നാലേ വീണ്ടും ഒരു അപകടം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പാടം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. ഒരു 2 പടകളുടെ അതിരായി കിടക്കുന്നൊരു പാലാണ്. അത് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നീർച്ചാലുകളും അതിന്റെ വെള്ളം പോക്കൊക്കെ ഉണ്ടാകുമ്പോൾ വീണ്ടും പൊളിഞ്ഞ് വിഷയങ്ങളുണ്ടാവും, അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. താന്യം പഞ്ചായത്ത് 5-ാം വാർഡ് കിഴക്കുമുറി മഹാത്മാഗാന്ധി റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആൽഫ ക്ലബ്ബ് പ്രവർത്തകർ പ്രതിഷേധ യോഗം ചേർന്നു. പ്രസിഡന്റ് ആൻഡ്രോ തുറയൻ, വൈസ് പ്രസിഡന്റ് രാജേഷ് ഇരിക്കയിൽ, സെക്രട്ടറി സിജോ തട്ടിൽ തുടങ്ങിയവരും പ്രദേശവാസികളും പ്രതിഷേധ യോഗത്തിൽ സംബന്ധിച്ചു. നോട്ടേഷൻ വരുന്നില്ല. ഒരു 4 വീട്ടിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ കുറ്റമ്പടി പള്ളിയിലെ ഇല വരണം, ഇത് വരുന്നില്ല. അതിന് 10 പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സംവിധാനം കിട്ടണം എന്ന് മാത്രമേ പറയാനുള്ളൂ.
ബുദ്ധിമുട്ട് ഓട്ടോറിക്ഷയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഓട്ടോറിക്ഷയാണ് അത്യാവശ്യക്കാർക്ക് വേണ്ടത്. പിന്നെ ബസ്സല്ല മറ്റുള്ള വണ്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടൊക്കെ പോകും. സൈക്കിൾ തന്നെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ട് മഴക്കാലത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെ, ഞങ്ങളിവിടെ വയസ്സായ ആൾക്കാരാ. മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വഴി കൂടെ നടക്കാൻ പറ്റില്ല. ഒരു ഓട്ടോറിക്ഷ വരില്ല. വെള്ളം പപ്പം പോലെ വെള്ളം കയറി വീട്ടിലേക്ക് വരെ വെള്ളം കയറി നിൽക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വഴി ഒന്ന് ശരിയാക്കി തരണമെന്ന് ഞങ്ങൾ കൂടുതലായിട്ട് പറയാനുള്ളത്. പഞ്ചായത്തിൽ പറഞ്ഞിട്ടില്ല. വഴി ഇതിൽ വന്നെങ്കിലല്ലേ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. കടുപ്പ് രോഗിന് എൻ്റെ ഭർത്താവും 1.5 പടി ആശുപത്രിയെ കൊണ്ടുപോകണം. ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വരില്ല അവരുണ്ട്. പിന്നെ വേണമെങ്കിൽ ബോട്ട് ഇടണം അല്ലെ ആ റോഡ് വരെ. അതിനെ തുഴഞ്ഞു കൊണ്ടുപോകാനായിട്ട് അതിനിട്ട് പറ്റൂല. ഇത് കൊല്ലായിട്ട് റോഡ് ഉണ്ടായതിന് ശേഷം ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും വന്നാൽ കൊണ്ടുപോകാൻ പറ്റില്ല. വർഷക്കാലമായ വേനൽക്കാലത്ത് എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് കൊണ്ടുപോകാൻ പറ്റും. അല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കുറച്ച് ആൾക്കാർക്ക് തീരെ ഇവിടുന്ന് അങ്ങോട്ട് റോഡിലേക്ക് കയറാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് പറയാൻ കാരണം. ഓട്ടോ വിളിച്ചാൽ വരില്ലെന്ന് പറയും. ഓട്ടോ വിളിച്ചാലൊന്നും വരൂല. ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനൊന്നും പറ്റാത്ത അവസ്ഥകളാണ്. വണ്ടികൾ അത് വളരെയധികം ഇതിൽ പോകുന്നതാണ്. പിന്നെ പാവപ്പെട്ട കുറേ ജനങ്ങളുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്, അവർക്ക് ഡോക്ടറേറ്റ് കൊണ്ടുപോകണം. റോഡ് നല്ല രീതിയിൽ പോകണം. ആദ്യം തന്നെ ഒരു കാനയാണ് ഇവിടുന്ന് കിഴക്കോട്ട് ATC റോഡിലേക്ക് ഒരു കാന നിർബന്ധമായും വേണം. എന്നാലേ ഈ റോഡ് നല്ല രീതിയിൽ പോകും. അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപകടങ്ങളൊക്കെ വളരെയധികം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത്. വളരെയധികം പാവപ്പെട്ട കുറേ കുട്ടികൾ വെള്ളത്തിൽ വീണ്ട് കുറേ 40 വർഷക്കാലമായിട്ട് ഈ റോഡ് ഇവിടെ പുനർനിർമ്മിച്ചിട്ട് ആ റോഡിന്റെ ഈ ശോചനീയാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു 3 കൊല്ലം മുന്നേ ആൽഫ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു സായാഹ്ന ധർണയുടെ ഫലമായിട്ടാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ടാർ ചെയ്യാനായിട്ടൊരു ഇടവന്നത്. അപ്പോൾ ആ ടാർ ചെയ്തിട്ട് 1 വർഷം കഴിയുമ്പോഴേക്ക് റോഡ് തകരുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിനെ ഈ ഭാഗത്തേക്കൊന്നും തീരെ കാണാനേ തന്നെയില്ല. നമ്മളെ അന്വേഷിച്ച് പോകേണ്ട ഒരു ഗതികേടാണ്. അദ്ദേഹം ഇപ്പോൾ വളരെ ഒരു അബ്കാരി ലൈസൻസ് ഒക്കെ എടുത്തുകൊണ്ട് ഷാപ്പുകൾ നടത്തുന്ന തിരക്കിലാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പാട് ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണത്തിലെ മെഷർമില്ലും ബുക്കും ഫയലുകളും കാണാനില്ല. അവസാന മിനിക്കുപണിക്കായി അധ്യാപകരും PTA സമാഹരിച്ച് നൽകിയ 60,000 രൂപ അവതാളത്തിലായി. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മഹാഗണി മരം സാമൂഹിക വിരുദ്ധർ വെട്ടിനശിപ്പിച്ചു. നാദനില്ല കളരിയിലെ സാമൂഹ്യ വിരുദ്ധ വിളയാട്ടം തുടരുന്നു. മഴക്കെടുതിക്ക് പിന്നാലെ പല പ്രധാന റോഡുകളും തകരുന്നു. യാത്രികരുടെ നട്ടലൊടിച്ച് നരകയാത്ര. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.